നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചാണ് ഞാനും ചേച്ചിയും അളിയനും. അല്ലെങ്കിലും വെറൈറ്റി ആയിട്ട് വല്ല ഫുഡ് അടിക്കാമെന്നോ വല്ല സ്പോട്ടിൽ പോകാമെന്ന് വെച്ചാലും ഒരു സ്ഥലം പോലും കിട്ടില്ല. അങ്ങനെ വെറൈറ്റി തപ്പി തപ്പി നമ്മൾ വീണ്ടും എവിടെ എത്തി? അഴീക്കോട് ബീച്ചിൽ തന്നെ. പിന്നൊന്നും നോക്കിയില്ല, മാപ്പിട്ട് നേരെ ഞങ്ങൾ അഴീക്കോട് ബീച്ചെത്തി. അഴീക്കോട് ബീച്ചെത്തി നേരെ കാറും കൊണ്ട് ചെന്നപ്പോൾ അവിടെ പാർക്ക് ചെയ്യാനാണെങ്കിൽ ഒരു സ്ഥലവും ഇല്ല, അമ്മാരി തിരക്കും. ലാസ്റ്റ് അവിടെ വണ്ടി മൊത്തം ബ്ലോക്കായി. നമ്മളെങ്ങനെ കണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോന്നു. പിന്നെ എവിടെ പോകണമെന്ന് നമുക്ക് ഡൗട്ടായി. പിന്നെ റോഡ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ടും വണ്ടിയിൽ ചാർജ് ഉള്ളതുകൊണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. നമ്മൾ പിന്നെ കാണാത്ത കുറേ വഴികളിലൂടെയൊക്കെ എളുപ്പവഴി എന്ന് പറഞ്ഞ് കുറേ അങ്ങനെ വട്ടം ചുറ്റി. വീണ്ടും പൊക്കാം, നമ്മൾ അഴീക്കോട് ബീച്ചിൽ എത്താൻ പോണ്. പിന്നെ നമ്മുടെ പാലക്കാട് അളിയൻ ഗൂഗിളിലൊക്കെ നോക്കി ഞങ്ങളും കുറേ സെർച്ച് ചെയ്തിട്ട് ചേട്ടന് ഏതോ സ്പോട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോവാന്ന് അങ്ങോട്ട് പറഞ്ഞു. അന്ന് എന്തേലാവട്ടെ അങ്ങോട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു. അടുത്തെത്തുന്തോറും നല്ല പരിചയമുള്ള വഴികൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ എവിടെ എത്തിയെന്നാണ്. നമ്മൾ കോട്ടപ്പുറത്ത് എത്തിയെന്നാണ് നമ്മൾക്ക് മനസ്സിലായത്. ആൻഡ് ദിസ് ഈസ് അവർ വെറൈറ്റി പ്ലേസ്. അതൊക്കെ ബോട്ടോക്ക് ഇത് മരത്തും വരുന്ന പോണ്, മരത്തുമ്മ മോട്ടർ വെച്ചിട്ടോണ്. പിന്നെ പോയത് നല്ല രസമായി, നല്ല ക്ലൈമറ്റും എല്ലായിടം കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വിശന്നു. അങ്ങനെ നമ്മൾ ഒരു തിരക്കുള്ള കടയിൽ കയറി. ആ കടയിലാണെങ്കിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ നമ്മൾ ഒരു പുലീനെയും കണ്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല, തിരക്കാരൻ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ മോമോസ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേശീയ മോമോസിൽ കയറി. പിന്നെ അങ്ങോട്ട് ഒരു നീണ്ട യാത്രയായിരുന്നു. ഒരു 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ 2 ടൈപ്പ് മോമോസും വാങ്ങിയിട്ട് പുഴയുടെ അടുത്ത് പോയിട്ടിരുന്നു. പുഴയല്ല, ഐ തിങ്ക് കായലാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തേലും ആവട്ടെ, നമുക്ക് തിന്നാൽ പോരെ. അങ്ങനെ മോമോസും മേടിച്ച് അത് കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം നടന്നു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു കഫേയിൽ കയറിയിട്ട് കോഫി പറഞ്ഞു. അത് നമ്മൾ തന്നെ അതിൽ കോലൊക്കെ ഇട്ട് ഇളക്കണം, നമ്മൾ തന്നെ പഞ്ചസാര ഇടണം, നമ്മൾ തന്നെ കാപ്പിപ്പൊടി ഇളക്കണം. ആക്ച്വലി നമ്മളാണ് കോഫി അടിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു നല്ല ഡീസൻറ്റ് കോഫി ആയിരുന്നു. അതൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം വണ്ടിയുടെ മുകളിലൊക്കെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ പൊറോട്ടയും ബട്ടർ ചിക്കനും അടിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. ഇനി വീണ്ടും വരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക്.